പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്നത്തെ ഒരു ദിവസം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വേദിയിൽ വന്നിരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടണം എന്നൊരു നിയ്യത്തും പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്ര വിലപ്പെട്ട സമയമാണ് നമ്മളിവിടെ ചെലവഴിക്കുന്നത്. നമ്മെ ആര് കൈവിട്ടാലും അള്ളാഹു കൈവിടാതെ നോക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞു. ശരിക്ക് നമ്മെ ആര് കൈവിട്ടാലും അള്ളാഹു കൈവിടാതെ നോക്കുക എന്നതാണ് നമ്മൾ ഏത് സന്ദർഭത്തിലും നിർവഹിക്കേണ്ട ഒരു ദൗത്യം. കാരണം നമ്മൾ ആര് പരിഗണിച്ചാലും അള്ളാഹു അവഗണിച്ചാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. നമ്മെ ആര് ചേർത്ത് പിടിച്ചാലും അള്ളാഹു നമ്മെ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ നമുക്ക് രക്ഷയില്ല. നേരെ അതിൻ്റെ ഓപ്പോസിറ്റുമുണ്ട്. അള്ളാഹു നമ്മളെ ചേർത്ത് പിടിച്ചാൽ ലോകം മുഴുവൻ നമുക്കെതിരാണെങ്കിലും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ പരിഗണിച്ചാൽ ലോകം മുഴുവനും നമ്മെ അവഗണിച്ചാലും നമുക്കൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രത്യേക ശീലമുള്ള ആളുകളെ അള്ളാഹു കൈവിടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിനി പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ആരെയാണ് അള്ളാഹു കൈവിടുക? അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവരെ വഴികേടിലാക്കും. അള്ളാഹു കൈവിടുന്ന ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴികേടിലാക്കും. പിന്നെ അത്തരം ആളുകളെ അവരുടെ കേൾവിക്കും ഹൃദയത്തിനും അള്ളാഹു മുദ്ര വെക്കും. അവരുടെ കണ്ണിന് ഒരു പ്രത്യേക മൂടി വെച്ചു കൊടുക്കും. അതിനർത്ഥം അവർ അന്ധരാകുമെന്നല്ല. കാഴ്ചയുണ്ടാവും, പക്ഷെ കാണേണ്ടത് കാണാൻ കഴിയില്ല. കേൾവി ഉണ്ടാവും, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയില്ല. അവർ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ചിന്തിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ അവർക്കൊരിക്കലും വിവേകമുണ്ടാവുകയില്ല. അത്തരം അള്ളാഹ് കൈവിട്ട ആളുകൾ പിന്നെ ആരവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, നന്നാവുകയില്ല എന്നതാണ്. ഇനി ആ ശീലം ഏതാണെന്നല്ലേ? ഈ രീതിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന വിഭാഗം ആരാണ്? ആ ശീലം ഒരിക്കലും തന്നെ നമ്മളിൽ ഉണ്ടാവരുത്. അതാണ് വിശുദ്ധ ഖുർആൻ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞൊരു കാര്യം. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. അഫറഅയ്ത, നീ കണ്ടുപോ, മനിത്തഖദ ഇലാഹു ഹവാഹു, ഹവയെ, ഇച്ഛയെ, തോന്നലുകളെ തൻ്റെ ഇലാഹാക്കിയവനെ നിങ്ങൾ കണ്ടുവോ? വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, അള്ളാഹു അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ വഴികേടിലാക്കും. ആരെ വഴികേടിലാക്കും? ഇച്ഛകളെ ഇലാഹാക്കിയവരെ, തോന്നലുകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരെ. അതിന് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയാം, ലിബറൽ ചിന്താഗതികൾക്കനുസരിച്ച് നീങ്ങുന്നവരെ. എല്ലാ ചിന്തകൾക്കും അപ്പുറം എൻ്റെ ചിന്തയാണ് പ്രധാനം എന്ന ഒരു തോന്നലിലൂടെ, ആ തോന്നലിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴികേടിലാക്കും. വഖതമ അലാ സംഇഹി വഖൽബിഹി, അവരുടെ കേൾവിക്കും അവരുടെ ഹൃദയത്തിനും അള്ളാഹു സീൽ വെക്കുകയും ചെയ്യും. അവർക്കൊരിക്കലും ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും കേൾക്കേണ്ടത് കേൾക്കാനും കഴിയില്ല. വജഅല അലാ ബസീറത്തിൻ ഇശാവ, അവരുടെ കണ്ണിന് പ്രത്യേകമായ ഒരു മൂടി അള്ളാഹു ധരിപ്പിച്ചു കൊടുക്കും. കാണേണ്ടത് അവർക്ക് കാണാൻ കഴിയില്ല. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ, അതിനുശേഷം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്കും അവരെ ഹിദായത്തിലാക്കാൻ, നന്നാക്കാൻ കഴിയില്ല. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം. അപ്പോൾ ഹവയെ ഇലാഹാക്കുക എന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു, അള്ളാഹു നമ്മളെ കൈവിട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഹവയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആധാരശിലകൾ അറിയാത്തവർ ഉണ്ടാക്കുന്ന പൊതുബോധ നിർമ്മിതിക്കനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളെ ആഖ്യാനിക്കുക എന്നത് തന്നെയാണത്. എന്താണ് ഇസ്ലാം എന്നോ, എന്താണ് അതിൻ്റെ ഉസൂല് എന്നോ, എന്താണ് അതിൻ്റെ അടിസ്ഥാനങ്ങളെന്നോ ഒന്നും അറിയാത്ത ആളുകളുണ്ട്. അവരുണ്ടാക്കുന്ന ചില നരേറ്റീവുകളുണ്ട്. ഈ കഴിഞ്ഞ സെഷനുകളിലൂടെ നിങ്ങൾ കേട്ടു സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രികാലത്ത് നടക്കുന്ന വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്ന ചർച്ചകൾ നമ്മൾ പോലും അറിയാതെ നമ്മെ എങ്ങനെയാണ് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, തത്വങ്ങൾ ഒരിക്കലും തന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കത് തോന്നിപ്പോകുന്നത് അതിലെന്തോ ബുദ്ധിയുണ്ടല്ലോ, അതെന്തോ വലിയ കാര്യമുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന, ചിന്തിക്കുന്ന, നമ്മുടെ അജണ്ടയെയും നമ്മുടെ മുൻഗണനാക്രമങ്ങളെയും സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരും. ഇവിടെ ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു സമീപനം, ഈ ഒരു ശീലം സമുദായത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ ചില ന്യായങ്ങളിലൂടെയാണ്. ഞാൻ ഈ പറയുന്ന ന്യായങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിലൊന്ന്, മതം തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇന്നിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണത്. അതിങ്ങനെ എല്ലാവരും പറയുമ്പോൾ നമുക്കും തോന്നുന്നത് മതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു തീർത്തും വ്യക്തിപരമായ ഒരു കാര്യം. അതിൽ ഒരു വശമുണ്ട്. എന്താണ് ആ വശം? മതം എന്ന് പറയുന്നത് ആരെയും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ആ അർത്ഥത്തിൽ നമുക്കതൊരു വ്യക്തിപരം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ മതമുണ്ട്, സാമൂഹ്യ ജീവിതത്തിൽ മതമുണ്ട്, ജോലിയിൽ മതമുണ്ട്, ഇടപെടുന്ന സർവ്വ മേഖലകളിലും മതമുണ്ട്, രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മതമുണ്ട്, തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള സകല മേഖലകളിലും മതശാസനകളുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. വീടിനുള്ളിൽ മാത്രം ഉണ്ടാകേണ്ടതാണ് മതം എന്ന കാഴ്ചപ്പാട് പാശ്ചാത്യൻ കാഴ്ചപ്പാടാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ മതം ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടടക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ മനസ്സിലുണ്ടായാൽ മതി എന്ന ഒരു ധാരണയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ഈ ലിബറൽ കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നുണ്ട്. വേറൊന്നുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ കാര്യത്തിൽ വേറെ ആരും ഇടപെടണ്ട, എൻ്റെ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതിനിങ്ങനെ ഉപദേശവും കാര്യമായിട്ട് വേറെ ആരും വരണ്ട, വാപ്പ വരണ്ട, ഉമ്മ വരണ്ട, പള്ളിക്കാർ വരണ്ട, കമ്മിറ്റി വരണ്ട, ആരും വരണ്ട. ഇതൊരു പൊതുവായിട്ട് പറഞ്ഞു കൊണ്ടുവരുന്നൊരാശയമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? വതവാസൂ ബിൽ ഹഖി വതവാസൂ ബിസ്സബ്ർ. അതിന് നേരെ എതിരല്ലേ? അംറും ബിൽ മഅറൂഫ് നഹീം അനിൽ മുൻകറില്ലേ? അതിന് നേരെ എതിരല്ലേ ആ കാഴ്ചപ്പാട്? നമ്മളറിയാതെ നമ്മൾ തെറ്റായ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പോവുകയാണ്. പിന്നെ എൻ്റെ ജീവിതം എൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ പറയുന്നത് കേട്ടാൽ എന്തോ ഒരു വലിയ ഫിലോസഫി പറയാൻ തോന്നും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ മനുഷ്യന് ജീവൻ കൊടുത്തതും ഒക്കെ നമ്മളല്ലല്ലോ നമുക്ക് ജീവൻ തന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ഈ ഭൂമി ലോകത്ത് വന്നത്. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ പോകാനും കഴിയില്ലല്ലോ. അത്ര നിസ്സാരന്മാരാണ് നമ്മൾ. എന്നിട്ടാണ് പറയുന്നതാണ് ഭയങ്കര സംഭവമായിട്ട് എന്ത്, എൻ്റെ ജീവിതം എൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുപോലെ ഈ മതം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് മാറാത്തതാണ്. അതുകൊണ്ട് അത് പഴഞ്ചനാണ്. അങ്ങനെ കുറേ കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ട് മതത്തിനോടുള്ള ഒരു വിമുഖത സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ പഴഞ്ചൻ എന്ന് പറയുന്നത് ആരാ? ഈ പറയുന്ന ആളുകൾ പറഞ്ഞ പഴഞ്ചനാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഇസ്ലാമിക തത്വങ്ങൾ ഇന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പെടാപ്പാടുപെടുകയാണ്. ഞാനെൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, സൂചന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്ത അയൽ രാജ്യമാണ് ചൈന. ചൈന ജനസംഖ്യ കുറച്ചു. ഒരുപാട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടാണ് കുറച്ചത്. അത് കുറച്ച ആളുകൾ ഇപ്പം കരയാണെന്ത്, ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നം. അത് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ രാജ്യവും അതിലേക്കാണ് പോണത്. അപ്പം എന്താണോ ഇസ്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു കാലത്ത് പ്രാകൃതമാണെന്ന് പറയും, അത് കാലത്തിന് പറ്റാത്തതാണെന്ന് പറയും. പിന്നെ അതേ സാധനം തന്നെ ഇവർ എന്ത് ചെയ്യും, കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധി ഉണ്ടായിരിക്കും. ഇതാണ് രീതി. അതേപോലെ തന്നെ മതം വസ്ത്രത്തിലല്ല, അത് മനസ്സിലാണ്. ഇന്ന് നമ്മുടെ ചില സഹോദരിമാർ, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, 1 മീറ്റർ മക്കനയിലല്ല എൻ്റെ മതം, ആ തലയിലിടുന്ന ഒരു കഷ്ണം തുണിയിലല്ല എൻ്റെ മതം. എൻ്റെ മതം എന്ന് പറയുന്നത് മനസ്സിലാണ്. മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുക.
ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ട് എല്ലാ ഇസ്ലാമികമായ വേഷവിധാനങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും പോവുകയാണ്. ഇത് നമ്മൾ നിയമമായി അംഗീകരിച്ചു കൊടുത്താൽ ജുമാ നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായ വ്യക്തി തൊട്ടപ്പുറത്ത് അങ്ങാടിയിൽ വെറുതെ സംസാരിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവനോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ എന്താണ് പള്ളിയിൽ പോവാത്തത്? പള്ളിയിലൊക്കെ ഇങ്ങനെ പോയി അവിടേക്ക് ഇരുന്ന് അങ്ങനെ കാണിക്കേണ്ടതൊന്നുമല്ല മതം. അതൊക്കെ നമ്മളെ മനസ്സിലാണ്. എൻ്റെ മനസ്സ് അത്രയും ഉഷാറാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താ ഇനി ന്യായം? അങ്ങനെയാണ് പറയാൻ തുടങ്ങി. റമദാൻ മാസത്തിൽ ചായയും കുടിച്ച് റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുക. അപ്പം എന്താ അങ്ങനെ ചോദിച്ചാൽ, മതം കാരുണ്യമാണ്, ഒരിക്കലും പട്ടിണി കിടക്കാനൊന്നും മതം പറയില്ല. അതൊക്കെ നിങ്ങൾക്കുള്ള ഒരു തോന്നലാണ്. അതൊക്കെ എൻ്റെ മനസ്സിലാണ്. മനസ്സ് നന്നായാൽ മതി. ഈ ഒരൊറ്റ തീം പറയുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ ഒരു കാര്യവിനായക ബാധകമാകാതെ പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ. അതേപോലെ തന്നെ എൻ്റെ കംഫർട്ട് ഇതാണ്, ഓരോ കാര്യത്തിനും പറയാം എൻ്റെ കംഫർട്ട് ഇതാണ്. അപ്പോൾ ആളുകൾ മഫ്ത ധരിക്കുന്ന വിഷയത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത രൂപങ്ങൾ ആവട്ടെ, പക്ഷെ ഇസ്ലാമിക നിയമം അവിടെ പാലിക്കപ്പെടണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ കംഫർട്ട് എന്ന പേര് പറഞ്ഞിട്ട് ഇസ്ലാമിക നിയമം പൊളിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്ന് എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, ഈ നിയമങ്ങളൊക്കെ പാടെ വരിഞ്ഞു മുറുകിയിട്ട് ഇസ്ലാം തെറ്റാണ് എന്ന് കണിശമായി പറഞ്ഞ കാര്യങ്ങൾ വരെ, ആ കണിശമായി പറഞ്ഞ കാര്യങ്ങൾ വരെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ എതിർക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹം വെച്ച് പുലർത്തുന്ന മനോഭാവം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സ്വവർഗരതി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കുറ്റമാണ്. ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ വലിയ ശിക്ഷ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ജനവിഭാഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ കാരണമായ കുറ്റമാണ്. പക്ഷെ ഇന്നൊരു മുസ്ലിം വ്യക്തിയോട് ഒരു മീഡിയ പ്രവർത്തകർ വന്നിട്ട് ചോദിക്കുകയാണ്, സ്വവർഗരതി അത് ശരിയാണോ തെറ്റാണോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മുസ്ലിം പ്ലാറ്റ്ഫോമിൽപ്പെട്ട കുട്ടികളടക്കുന്ന കോളേജുകളിലൊക്കെ ചില ഇൻ്റർവ്യൂവിന് ചില ചാനലുകാർ പോവാറുണ്ടല്ലോ. എന്നിട്ട് മഫ്തയിട്ട കുട്ടികളോട് വരെ ചോദിക്കുമ്പോൾ അവർ പറയാം, അത് അവരെ ഇഷ്ടമല്ലേ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എന്തിനാണ് നമ്മളെതിരെ നിൽക്കേണ്ട കാര്യം? അത് ശരിയാണ്. മുസ്ലിം അല്ലാത്ത വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്ത് തീരുമാനവും എടുക്കാം. അതിൽ നമ്മൾ ആരും ഇടപെടുന്നില്ല, നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയേണ്ട മറുപടി എന്താ? ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല, അത് കുറ്റമാണ്, പാപമാണ് എന്നാണ് എൻ്റെ മതവിശ്വാസം. ഇത് പറയാൻ നട്ടെല്ലുള്ള എത്ര ആളുകളുണ്ടെന്ന്. അത് മീഡിയ പ്രവർത്തകന്മാരാകട്ടെ, രാഷ്ട്രീയ രംഗത്തുള്ളവരാകട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ, നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണലുകളാകട്ടെ, അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും ഇതിനെ ന്യായീകരിക്കുമ്പോൾ അവിടെ ഒറ്റക്ക് നിന്നുകൊണ്ട് ഇത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ആർക്ക് തൻ്റെ ഇടമുണ്ട്? ഞാൻ ഒരൊറ്റ ആളെ എവിടെ എത്തി, നമ്മുടെ പൊതുബോധം നമ്മളെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്നതിൻ്റെ ഒരൊറ്റ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പ്രത്യേക ഷോയിൽ, ഒരു നടൻ നയിക്കുന്ന ഒരു പ്രത്യേക ഷോയിൽ എല്ലാവരും ഇതിനനുകൂലിച്ചു പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ മാത്രം എഴുന്നേറ്റ് നിന്ന് അതിന് എതിര് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത്രമേൽ പൊതുബോധം തിന്മയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ നന്മയാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, തിയറികൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ കൂടെ വിശ്വാസികൾ പോലും സഞ്ചരിക്കുക. നമുക്ക് ആരെ ആക്ഷേപിക്കാൻ നമ്മൾ പോണില്ല, അത് അവരുടെ ഇഷ്ടം, ഓകെ. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിയമം എന്ന് പറയാൻ ഇനിയെങ്കിലും നമുക്ക് കഴിയണം. അതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ തത്വത്തിലൊന്നും അല്ല ഒരു വിശ്വാസി നിൽക്കേണ്ടത്. അവനെ വിശ്വാസി എന്ന് വിളിക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരാളെയാണ് മുസ്ലിം എന്ന് പറയാം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് ഞാൻ അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മാത്രമല്ല, ഞാൻ അതിന് സാക്ഷിയാണ്. എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ദൂതനാണ് എന്ന് ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല, ഞാൻ എഴുതുന്നു എന്നല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നെ നോക്കിക്കോളൂ, എൻ്റെ വാക്ക് നോക്കിക്കോളൂ, എൻ്റെ ജീവിതം നോക്കിക്കോളൂ, എൻ്റെ ഡ്രസ്സ് നോക്കിക്കോളൂ, എൻ്റെ സംസാരം നോക്കിക്കോളൂ, ഞാനും കുടുംബവും തമ്മിലുള്ള ബന്ധം നോക്കിക്കോളൂ, എൻ്റെ ജോലിയുടെ മേഖല നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയൊക്കെ പ്രവാചക ജീവിതം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ആ ഷഹാദത്ത് കലിമയുടെ പൊരുൾ. ഇത് വിശ്വസിച്ച ആളുകളാണ്
ഈ വക ഓരോരുത്തരുണ്ടാക്കുന്ന പൊതുബോധത്തിൻ്റെ പിന്നാലെ പോയി അതിനനുസരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വസ്തുത യഥാർത്ഥത്തിൽ ആരെങ്കിലും പറഞ്ഞാലോ അവൻ ഭയങ്കര തീവ്രവാദി, അവൻ ഭയങ്കര കുഴപ്പക്കാരൻ, അവൻ പക്വതയില്ലാത്തവൻ, അവൻ വിവേകമില്ലാത്തവൻ, അവൻ കാലം തിരിയാത്തവൻ, അവൻ ബഹുസ്വരത അറിയാത്തവൻ. ഈ രീതിയിലേക്ക് ആഖ്യാനിക്കാൻ മറ്റാരെങ്കിലുമല്ല വരുന്നത്, മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും കടന്നു വരുന്നുവെന്ന് പറയുമ്പോൾ പൊതുബോധങ്ങൾ മതബോധത്തെ എത്രമേൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ചിന്തകൾ കടന്നു വരുന്നത് സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നു എന്നതാണ്. ഒരു കാര്യം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതിവേഗത്തിൽ അതെന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കളയും. ജെൻഡർ ന്യൂട്രൽ വേഷം എങ്ങനെയാണ് കേരളത്തിൽ വ്യാപകമായത്? അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ടാണ്. ബാലുശ്ശേരിയിലാണ് അതിൻ്റെ തുടക്കം, സ്കൂളിലാണ് അതിൻ്റെ തുടക്കം. എല്ലാ സംഘടനകളും അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ സർക്കാർ വന്നിട്ട് എന്തു പറഞ്ഞു? അത് ഇഷ്ടമുള്ള PTA കമ്മിറ്റികൾ ചെയ്താൽ മതി, ഞങ്ങൾ നിർബന്ധിക്കില്ല. അതോടുകൂടി എല്ലാവരും ആ സമരത്തിൽ നിന്ന് പിറകോട്ട് പോയി. അന്നേ നമ്മൾ പറഞ്ഞു സമരത്തിൽ നിന്നൊരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. കാരണം ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ ആ ഡ്രസ്സിലേക്ക് വന്നാൽ ഒരാഴ്ച കൊണ്ടത് 4 ആകും, ഒരു മാസം കൊണ്ടത് 10 ആകും, അടുത്ത ഒരു 2 മാസം കൊണ്ട് 30 കുട്ടികളുള്ള ക്ലാസ്സിൽ 25 കുട്ടികളും അത് ചെയ്തിരിക്കും. പിന്നെ ബാക്കി 5 കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഉമ്മയോടും ഉപ്പയോടും അതിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. ഞങ്ങൾ മാത്രമേ അത് ഇടാത്തുള്ളൂ, ഇനി ഞങ്ങൾക്കും വേണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 30 കുട്ടികളും ആവും. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു 4 വർഷത്തിന് ശേഷം ഇങ്ങോട്ടുണ്ടായ മാറ്റങ്ങൾ നോക്കി. എന്നാൽ പച്ചക്ക് പറഞ്ഞതല്ലേ ഹദീസിൽ, പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. അത്തരം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നുവരെ പറഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഉച്ചരിച്ച് മുസ്ലിമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുന്നില്ല. ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങളെ മനസ്സ് നോവുന്നുണ്ടായിരിക്കും. അതിന്റെ കാരണം നമ്മുടെ മക്കൾ അത്തരം ഡ്രസ്സിലേക്ക് മാറിക്കഴിഞ്ഞു, നമ്മുടെ വീടുകൾ അത്തരം ഡ്രസ്സിലേക്ക് മാറിക്കഴിഞ്ഞു, നമ്മുടെ ടെക്സ്റ്റൈൽസുകൾ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്നൊന്നും മാറി നടക്കാൻ കഴിയില്ല. ഈ പറയുന്ന പ്രഭാഷകന്മാരെ പോലെ കുറച്ച് ഒറ്റപ്പെട്ട ആളുകൾക്ക് അവരൊരു തീവ്രവാദികളാണ്, അവരനുഷ്ഠാന തീവ്രതയുള്ള ആളുകളാണ്, അവർക്ക് കാലമറിയാത്തവരാണ്, അവർക്ക് ലോകം എന്താണെന്ന് തിരിയാത്തവരാണ് എന്ന ഉള്ളിലുള്ള ഒരു ബോധത്തിലാണ് ഇതിനെയൊക്കെ ഹലാലാക്കി ഇതിനൊക്കെ പച്ചക്കൊടി വീശി നമ്മൾ പോകുന്നത്. എഴുതി വെച്ചോ, ഇത് നമ്മുടെ ഷഹാദത്ത് കലിമയുമായിട്ടാണ് പോവുക. എഴുതി വെച്ചോ, ഇത് നമ്മുടെ ഈമാനുമായിട്ടാണ് പോവുക. ഒരിക്കലും ഇവിടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പൂർണ്ണമായി ഇതിൽ നിന്ന് അപ്രസക്തമാകുന്നത് വരെ ഈ കാഴ്ചപ്പാടുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എവിടെ എന്നെങ്കിലും ഒരു നോ പറയേണ്ടി വരും. ആ നോ നേരത്തെ പറയലാണ് ഏറ്റവും നല്ലത്. അങ്ങേ തലക്ക് എത്തിയിട്ട് പറയാതിരിക്കുക നല്ലത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലജ്ജയില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, ഇത് മറ്റൊരു വഴിയാണ്. അതേപോലെ തന്നെ വിവാഹം വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് വേറൊരു റൂട്ടാണ്. പ്രത്യേകമായ ഷോകളിലൂടെ നമ്മുടെ സമുദായത്തെ അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന 2 ബൈനറി ഉണ്ടാക്കി. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ വേഗം ഓർമ്മ വരിക, നിസ്കരിക്കും, നോമ്പോൽക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ല. അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ചീത്ത മുസ്ലിങ്ങളാണ്. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളം പോലെ, അത് ഏത് പാത്രത്തിൽ ഒഴിച്ചോ അതിൻ്റെ ആകൃതിയാണ് അതിനുണ്ടാവുക. അതേപോലെ ഏത് സ്ഥലത്ത് ചെന്നോ അതിനനുസരിച്ച് മെയ്വഴക്കത്തോടുകൂടി പെരുമാറുന്നവരാണ് ഇനി നല്ല മുസ്ലിങ്ങൾ. സിനിമയിൽ ഒരേ സമയത്ത് അഭിനയിക്കുന്നു, വിവസ്ത്രരായി വരെ അഭിനയിക്കുന്നു. അതേ വ്യക്തി തന്നെ പള്ളിയിൽ പർദ്ദയിട്ട് മഫ്തയിട്ട് വളരെ ഗംഭീരമായി വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു, തൊപ്പിയിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 2ൻ്റെയും ഫോട്ടോ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് DJ പാർട്ടിയിൽ നിറഞ്ഞാടുന്നു, മറുഭാഗത്ത് മതത്തിൻ്റെ വേദിയിൽ വളരെ ഭക്തിയോടുകൂടി വന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം ഒരുമിപ്പിച്ച് നിർത്തി ഒരേ സ്ക്രീനിൽ വെച്ച് ഇങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം. ഈ മുസ്ലിമാണ് നല്ല മുസ്ലിം. അല്ലാതെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറില്ല, എൻ്റെ പ്രവാചകൻ ഹറാമാക്കിയത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേരാണ് ബാഡ് മുസ്ലിം എന്ന്.
ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഞാൻ ബാഡ് മുസ്ലിം ആവണോ, ഞാൻ നല്ല മുസ്ലിം ആകണോ എന്ന് തീരുമാനിക്കാൻ പലപ്പോഴും നിർബന്ധിതരായി മാറുകയാണ്. അവസാനം ഇതെത്തുക ഒരു മതരഹിത സമൂഹ നിർമ്മിതിയിലായിരിക്കും. അതിൻ്റെ പിന്നിൽ കമ്പോള താല്പര്യങ്ങളുണ്ട്. ഈ ആഭാസ വിവാഹങ്ങളും ആഘോഷത്വരയും നൈറ്റ് ലൈഫും അതുപോലെ തന്നെ സോളോ ട്രിപ്പുകളും സ്റ്റേറ്റ് അതുപോലെ ഗെറ്റ് ടുഗദറുകളും പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ആ ഒരു അഭിവാഞ്യയും ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയാരാ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ അവർക്കൊരിക്കലും തന്നെ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം, ആ കാര്യത്തിൽ മറ്റൊരു ഖീറത്ത് ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു ചോയ്സ് ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു നിലപാടുണ്ടാകാൻ പാടില്ല, മറ്റൊരു താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ആ അള്ളാഹുവിൻ്റെ നിയമത്തിൽ ഒതുങ്ങി നിൽക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങനെ ധിക്കരിച്ചു പോയാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവർ വ്യക്തമായ വഴികേടിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി, നാം കൊണ്ടുവന്നതിനെ അവരുടെ ഇച്ഛയ്ക്ക് കീഴൊതുങ്ങുന്നത് വരെ അവരൊരിക്കലും തന്നെ വിശ്വാസിയാകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായ ഒരു പാഠം. പലപ്പോഴും ജനങ്ങൾ എന്ത് കരുതുമെന്ന് കരുതിയാണ് പലരും തൻ്റെ മതവിശ്വാസം ബലി കഴിക്കുന്നത്. എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരെന്താ കരുതുക, എൻ്റെ കുടുംബം എന്താ കരുതുക, നാട്ടുകാരെന്താ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ജനങ്ങളെ പേടിച്ചിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. എന്നാൽ മനസ്സിലാക്കുക, സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് ഏതുവിധ എതിർപ്പ് വന്നാലും അള്ളാഹു അവനെ കാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വാക്കില്ലേ, അതായത് ഒരിക്കലും തന്നെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് എന്ത് എതിർപ്പ് വന്നാലും അവൻ ആര് ചവിട്ടി തേച്ചാലും അള്ളാഹു അവനെ കാക്കും. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, മനിൽ തമസ ജിലല്ലാഹ് ബിസഖ്തിൻ നാസ്, ജനങ്ങളുടെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആരെങ്കിലും തേടിയാൽ, ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം, ജനങ്ങൾക്ക് ഇഷ്ടമല്ല നമ്മൾ ആ നിലപാട് സ്വീകരിച്ചത്, പക്ഷെ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടും. അങ്ങനെ ഒരാൾ സ്വീകരിച്ചാൽ കഫാഹുല്ലാഹു മുഅ്നതൻ നാസ്, അള്ളാഹു ജനങ്ങളിൽ നിന്ന് കാക്കാൻ അള്ളാഹു തന്നെ മതി എന്നാണ്. അവൻ അള്ളാഹു മതി ജനങ്ങളിൽ നിന്ന് കാക്കാൻ. എന്നാൽ വമനിൽ തമസരില അന്നാസി ബിസഖ്തില്ലാഹ്, അള്ളാഹുവിനെ പിണക്കിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ വകലഹുല്ലാഹു ഇലന്നാസ്, അവൻ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് കണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു അവൻ്റെ കാര്യത്തിൽ നിന്ന് ഒഴിവാകുന്നു. പിന്നെ അള്ളാഹിൻ്റെ കാവലും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചപ്പോൾ ആർക്കെ അള്ളാഹ് നമ്മളെ കാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണം. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്കാകുന്നു വഴി തുറന്നു കൊടുക്കുക എന്നാണ്. അപ്പൊ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ എവിടെയാണെങ്കിലും നമുക്ക് അള്ളാഹു വഴി തുറന്നു തരണമെങ്കിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇസ്ലാമികമായ സംസ്കാരം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപിടിച്ച അജണ്ടകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിലറിയാതെ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടു പോകരുത്. ഓരോന്നിനും ഓരോ ന്യായം പറഞ്ഞ് നമ്മൾ നിന്നുകൊടുത്ത് അവസാനം നമ്മളൊരാളിങ്ങനെ തള്ളി കൊണ്ടുപോവുകയാണെങ്കിൽ ആ ചുമര് വരെയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചുമര് വരെ നമുക്ക് ബാക്കിലേക്ക് പോകാം. ചുമരുമ നമ്മൾ തട്ടിയാൽ പിന്നെ തള്ളിയ കൊടുക്കുക പോവാം. ഇപ്പം ചുമരുമ തട്ടാനായിട്ടുണ്ട്. അഥവാ ഓരോന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ വേരുകൾ മുഴുവനും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് കൊത്തി അറുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ചിന്താഗതികൾ കൊണ്ടുവന്നിട്ട് എവിടെ എത്തി നമ്മുടെ തലമുറ എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ലാസ്റ്റ് ഈ തൊടികപ്പുലത്ത് സമീപത്ത് നടന്ന ഒരു കൊലപാതകം അല്ലേ. അതായത് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ +1 പഠിക്കുന്ന അതേ സ്കൂളിലെ തന്നെ ഒരാൺകുട്ടി കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി വ്യഭിചരിച്ച് 2 കൈയും കൂട്ടിക്കെട്ടി അവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുന്നു. ഇതെവിടെയെങ്കിലുമല്ല, നമ്മുടെ നാട്ടിലാണ്, മലപ്പുറം ജില്ലയിലാണ് നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ കുറ്റക്കാരാരാന്ന് ചോദിച്ചാൽ
ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിച്ചവർ, എന്തും ചെയ്യാം ഒരു കൺസെന്റ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ, പുരുഷനും സ്ത്രീയും ഒന്നിച്ചാൽ അതിനെ ലൈംഗിക ബന്ധത്തിന്റെ കണ്ണിൽ നിങ്ങൾ കാണേണ്ടതില്ല എന്ന് ഇവിടെ ക്ലാസ് എടുത്തവർ, ഈ ആളുകൾക്കൊക്കെ ഇതിൽ കുറ്റമുണ്ട്. അവരൊക്കെ ഇതിന് മറുപടി പറയണം. അത് എത്ര വലിയ ഉയരത്തിലിരിക്കുന്നവരാണെങ്കിലും, ഏറ്റവും താഴെയുള്ളവരാണെങ്കിലും, മീഡിയ പ്രവർത്തകന്മാരാണെങ്കിലും, രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും, അവർക്കൊക്കെ ഇതിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അതായത് അവർക്കൊന്നും വലിയ പ്രായമായിട്ടില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, അതൊക്കെ ലിവിങ് ടുഗദറാണ്, അവർ ഉഭയസമ്മതത്തോടു കൂടിയാണ്, ഒരു കൺസെന്റ് ഉണ്ടായാൽ മതി. പിന്നെ ആണും പെണ്ണും തോള് പിടിച്ച് നടക്കുന്നു കഴിയുമ്പോഴേക്കിന് നിങ്ങൾ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കണ്ട, ആ നിലക്ക് നിങ്ങൾ കാണണ്ട, അത് ഫ്രണ്ട്സാണ്, അതിന് വേറൊരു പ്രശ്നമല്ല, അവർക്ക് വൈകാരികമായ രതിമൂർച്ചയൊന്നും ഉണ്ടാവില്ല, അത് നിങ്ങളെ കണ്ണിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, അവർ ഈ തൊടികപ്പുലത്തുണ്ടായ മരണത്തിന് ഉത്തരവാദികളാണെന്നാണ് ഞാൻ പറയുന്നത്. അതിനെ ഫേസ്ബുക്കിൽ വെളുപ്പിക്കുന്നവർ അതിന് ഉത്തരവാദികളാണെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല എങ്കിൽ ഇനിയും അത് കേരളം കാണേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ ഒരു പക്ഷേ പെട്ടെന്ന് നന്നാക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് നമ്മുടെ വീട് നന്നാക്കാൻ കഴിയും, നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ കഴിയും. ഓരോ കുടുംബവും നന്നാകുമ്പോൾ ഓരോ നാട് നന്നാകും, നാട് നന്നാകുമ്പോൾ നമ്മുടെ സംസ്ഥാനം നന്നാകും, നമ്മുടെ ലോകവീക്ഷണം മാറും. അതിന് തുടക്കം നമ്മളിൽ നിന്നാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.